ഇപ്പോൾ ത്രെഡ്സിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സിലുള്ള അക്കൗണ്ട് നമുക്ക് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മുമ്പുള്ളതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം എന്നില്ല, സെപ്പറേറ്റ് നമുക്ക് ത്രെഡ്സ് മാത്രം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ത്രെഡ്സിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എത്തുന്നതായിരിക്കും. നമ്മുടെ പ്രൊഫൈലിൽ എത്തിയാലും മുകളിൽ ഇവിടെ 2 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ഓർ ഡിലീറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്താൽ ഡിലീറ്റ് ത്രെഡ്സ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കാണിക്കുന്നുണ്ട് സ്കെഡ്യൂൾഡ് ഫോർ ഡിലീഷൻ. പിന്നെ നമ്മൾ നോർമലി പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ കൊടുക്കുമ്പം ഒറ്റയടിക്ക് അത് ഡിലീറ്റ് ആവില്ല. 30 ദിവസം കഴിഞ്ഞാലാണ് അത് ഡിലീറ്റ് ആവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കരുത്. ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു ഡിലീഷൻ പ്രോസസ്സ് ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിനി ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ വെക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഡിലീഷന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിലുള്ള അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.